തീർത്ഥാടന പിറ്റേന്ന് തന്നെ കൊല്ലം ബൈപ്പാസ് സജീവം. കൊല്ലം നഗരത്തിന്റെ ഗതാഗത കുരുക്കിൽപ്പെടാതെ തിരുവനന്തപുരത്തേക്കും ആലപ്പുഴയിലേക്കും വേഗത്തിലെത്താമെന്നതാണ് നേട്ടം. 4 പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമായ ബൈപ്പാസ് നൽകുന്ന പ്രതീക്ഷകളെക്കുറിച്ച് നാട്ടുകാരും യാത്രക്കാരും പ്രതികരിക്കുന്നു. ന്യൂസ് 18 പ്രതിനിധികളായ ടി സജിത്തും ശ്യാംദേവരാജും ബൈപ്പാസിലൂടെ യാത്ര തുടരുന്നു. നമസ്കാരം. 4 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ബൈപ്പാസ് ഇന്നലെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബൈപ്പാസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. എന്താണ് ഈ ബൈപ്പാസ് സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ? പ്രത്യേകിച്ച് ദേശീയപാത വഴി കടന്നു പോകുന്നവർക്ക് ഇത് എത്ര കണ്ട് പ്രയോജനം ചെയ്യുന്നു? ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പ്രേക്ഷകരിലെത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. കൊല്ലത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടിയാണ് കൊല്ലം ബൈപ്പാസ്. ഇക്കാര്യത്തിൽ നമുക്ക് പൊതുജനങ്ങളുടെയും ബൈപ്പാസ് വഴി യാത്ര ചെയ്യുന്നവരുടെയും ഒക്കെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിലപാടുകളും ഒക്കെ തേടാം. ഇതാണ് കാവനാട് ജംഗ്ഷൻ. ആലപ്പുഴ നിന്ന് വരുമ്പോൾ ബൈപ്പാസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതാ ഈ റോഡിലൂടെ ദീർഘദൂര യാത്രക്കാർക്ക് തിരുവനന്തപുരത്തേക്ക് കടന്നു പോകാം. നമ്മൾ ചിന്നക്കടയിൽ കൂടെ തന്നെ പോയാലും ഇവിടുന്ന് ഏകദേശം ചിന്നക്കട ആംബുലൻസ് കടന്നു കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് വേണമെന്ന് വെച്ചോ. ആ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മേവറ എത്താം. ദേശീയപാത വഴി കടന്നു പോകുന്ന യാത്രക്കാർക്കാണ് പ്രധാനമായും ബൈപ്പാസിൻ്റെ ഒരു വലിയ നേട്ടമുണ്ടാവുക. പക്ഷേ കൊല്ലംകാരുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും കൊല്ലംകാരുടെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. എന്താണ് ചേട്ടാ ഈ ബൈപ്പാസ് നിങ്ങൾക്ക് എത്ര കണ്ട് ഗുണം ചെയ്യുന്നു? ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഈ ബൈപ്പാസ് കൊണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് 47 വർഷം കൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുന്ന ഭൂമിയാണ്. ഇപ്പോൾ അത് വീണത് വലിയ ഉപകാരമാണ്. എല്ലാവർക്കും വലിയ കാര്യമാണ്. ബൈപ്പാസ് വരുന്നതോടുകൂടി ഈ കൊല്ലം നഗരത്തിലേക്കുള്ള ഒരു വലിയ തിരക്ക് കുറയുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് കച്ചവടക്കാരെയൊക്കെ ബാധിക്കുമോ? കച്ചവടം കുറയും? കച്ചവടം നമ്മളെ കടയായിരുന്നു, ബൈപ്പാസിനെ ഇപ്പോൾ പൊളിച്ചു മാറ്റി ഇപ്പോൾ നമ്മൾ ഈ രീതിയിലായി. ബൈപ്പാസ് കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. പെട്ടെന്ന് കൊല്ലം ടച്ച് ചെയ്യാതെ ദീർഘദൂര യാത്രക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള. എത്ര സമയം ഈ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് കടന്നു വരുമ്പോൾ എത്ര സമയം ഈ ബൈപ്പാസ് കൊണ്ട് ലാഭിക്കാൻ പറ്റും? നമുക്കൊരു 10-40 മിനിറ്റ് ലാഭിക്കാൻ പറ്റും. പക്ഷേ ടൗണിലെ കച്ചവടക്കാരെ ബാധിക്കും. വണ്ടി ഇപ്പം തന്നെ എല്ലാ വണ്ടിയും അങ്ങോട്ട് അതുവഴിയല്ലേ കയറി. റോഡ് വളരെ ആ റോഡ് മൊത്തം വിജയനായിട്ട് ഇടയ്ക്കും അങ്ങോട്ട്. മറ്റേ ഈ സമയങ്ങളിൽ ഈ കാവനാട് മറ്റേ താലൂക്ക് കച്ചേരി ജംഗ്ഷൻ അതെല്ലാം ബ്ലോക്കാണ്. നല്ല സൗകര്യമുണ്ട്, വണ്ടിയൊക്കെ പോകാനായിട്ട് എളുപ്പമുണ്ട്, നല്ല സൗകര്യമുണ്ട് കാര്യങ്ങളൊക്കെ. കൊല്ലം നിവാസികൾക്ക് എന്തായാലും ബൈപ്പാസ് വളരെ ഗുണപ്രദം ആകും എന്ന ഒരു ശുഭപ്രതീക്ഷ തന്നെ അവർ പങ്കുവയ്ക്കുന്നു. നഗരത്തിലേക്കുള്ള തിരക്ക് കുറയുന്നത് കച്ചവടക്കാരെയൊക്കെ ആ തരത്തിൽ ബാധിക്കുമെന്ന ചില ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ ഉണ്ടാകുന്ന ഈ ഒരു വലിയ കുതിച്ചുചാട്ടം അതിൻ്റെ ഭാഗമാകുന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും കൊല്ലം നിവാസികൾ. എന്തായാലും കൊല്ലം ബൈപ്പാസ് എങ്ങനെ ഗുണം ചെയ്യുന്നു അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന ബുള്ളറ്റിനുകളിലും നമുക്ക് കാണാം.